ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് അഡ്വക്കേറ്റ് അമീർ ഷാ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കരിയർ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് ഒട്ടുമിക്ക കമ്പനികളും വളരെ ക്രിട്ടിക്കലായിട്ട് ആവശ്യപ്പെടുന്ന ചില ക്വാളിറ്റീസാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ഏതൊരു ഉദ്യോഗാർത്ഥിയും അവൻ്റെ ഡിഗ്രി, ഡിപ്ലോമ എന്താവട്ടെ അവൻ്റെ ക്വാളിഫിക്കേഷൻ, അതിലെല്ലാം ഉപരിയായിട്ട് നമ്മളിൽ നിന്നും അവർക്ക് നേടിയെടുക്കേണ്ട ധാരാളം ആഡ് ഓൺ കോഴ്സുകളുണ്ട്. അപ്പോൾ അത്തരം ആഡ് ഓൺ കോഴ്സുകളിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതാനും പ്രധാന പോയിന്റുകൾ മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു കരിയർ പാത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഡിഗ്രി ഉള്ളത് കൊണ്ട് മാത്രമോ അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടിയത് കൊണ്ട് മാത്രമോ പലപ്പോഴും നമുക്കവിടെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഏതാനും 6-7 കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കവിടെ ജോലിക്കും അതുപോലെ പ്രൊമോഷനും വളരെ സാധ്യത കൂടുതലാണ്. പലപ്പോഴും ഇത്തരം ഘടകങ്ങളെല്ലാം മുൻനിർത്തിയാണ് നമ്മൾ കരിയർ കൗൺസിലിംഗ് ടെസ്റ്റുകൾ ചെയ്യുന്നതും അവരുടെ എഫിഷ്യൻസി നമ്മൾ കണ്ടെത്തുന്നതും. നമ്മുടെ ടെസ്റ്റുകളിൽ ഏകദേശം 150ഓളം സൈക്കോമെട്രിക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത ശേഷം അതിൽ നമുക്ക് വേണ്ട ഉത്തരങ്ങൾ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ കരിയർ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ടേക്സ് 2 to 3 days പ്രോസസ്സ്. സോ അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാൻഡിഡേറ്റ് നമുക്ക് വേണ്ട ഒരു പ്രധാന വിഷയമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. പല ആളുകൾക്കും ഇൻട്രോവേർട്ടായ ആളുകളുണ്ടാവാം, എക്സ്ട്രോവേർട്ടായ ആളുകളുണ്ടാവാം. പക്ഷേ ആരാണെങ്കിൽ പോലും ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഉള്ളിലോ അതല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന കസ്റ്റമറുമായോ അല്ലെങ്കിൽ പൊതുജനങ്ങളുമായോ പലപ്പോഴും അവർക്ക് ഇടപെടേണ്ടി വരികയും തന്നെയുമല്ല പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബീങ് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആൻഡ് കൺസൈസ്ലി വിത്ത് ക്ലയൻറ്റ്, കോവർക്കേഴ്സ് ആൻഡ് അതേഴ്സ് എന്നാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു നല്ല കമ്മ്യൂണിക്കേറ്ററായി മാറുക എന്നുള്ളതാണ് ഒരു കാൻഡിഡേറ്റിന് വേണ്ട ഏറ്റവും പ്രധാന ഗുണങ്ങളിലൊന്ന്. സോ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇല്ല എങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് നേടിയെടുക്കേണ്ട ഒരു സ്കില്ലാണ് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി എന്ന്. ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളം പബ്ലിക് സ്പീക്കിംഗ് കോഴ്സുകളുണ്ട്, കമ്മ്യൂണിക്കേഷൻ കോഴ്സുകളുണ്ട്, ലാംഗ്വേജ് കോഴ്സുകളുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എഫിഷ്യൻസി കൂട്ടാവുന്ന ധാരാളം കോഴ്സുകളുണ്ട്, IELTS കോഴ്സുകളുണ്ട്. ഇതിലേതെടുത്താലും എൻഡ് ഓഫ് ദ ഡേ യു വിൽ ലേൺ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ്. ഇതാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു മലയാളം മാത്രം കൊണ്ടോ അതല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് കൊണ്ടോ പലപ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത മാർക്കറ്റാണെന്നുള്ളത്. ഇറ്റ്സ് എ ഗ്ലോബൽ മാർക്കറ്റ്. പലപ്പോഴും നമുക്ക് ഹിന്ദി പോലുള്ള ഭാഷകൾ കൂടുതൽ പഠിക്കുന്ന നമുക്ക് ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നതിന് ഒരു ആഡ് ഓൺ ക്വാളിറ്റിയായി ഭാഷയെ നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു ക്വാളിറ്റിയാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അഡാപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ ബീങ് ഏബിൾ ടു അഡ്ജസ്റ്റ് ടു ന്യൂ സിറ്റുവേഷൻസ് ആൻഡ് കൺസെപ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മളൊരു ജോലി സ്ഥലത്തേക്ക് ചെല്ലുകയും അവിടെ നമുക്ക് ജോലി ലഭിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പരിചയമില്ലാത്ത ആളുകളെയും ഒരു പുതിയ അറ്റ്മോസ്ഫിയറിനെയും നമ്മൾ അവിടെ കാണാനും പിന്നെ അനുഭവിക്കാനും തുടങ്ങുമ്പോൾ ഒരു പക്ഷേ നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ റെസിസ്റ്റൻസ് എല്ലാം കുറച്ച് കാലത്തേക്കാണെന്നും ഞാനിവിടെ തുടരേണ്ട ആളാണെന്നും എൻ്റെ ജോലി ഇതാണെന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസിയായി കൈകാര്യം ചെയ്യാൻ കഴിയും. നമ്മൾ ഒരു ജോലിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ പല ആളുകളും 2 മാസം കൊണ്ടോ അല്ലെങ്കിൽ 3 മാസം കൊണ്ടോ പെട്ടെന്ന് ആ കമ്പനിയിൽ നിന്നും ഇറങ്ങി വരുന്നതായി കാണുന്നത്. അതിനൊരു പ്രധാന കാരണം ദേ ആർ നോട്ട് മാനേജ് ടു അഡാപ്റ്റബിലിറ്റി എന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം ബീങ് അഡാപ്റ്റബിൾ ഈസ് എ വെരി ഗ്രേറ്റ് ക്വാളിറ്റി വിത്ത് എനി കാൻഡിഡേറ്റ്സ്. മറ്റൊന്നാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ന് പറയുന്നത്. എന്താണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ന് പറയുന്നത്? ബീങ് ഏബിൾ ടു യൂസ് എ ലോജിക്കൽ അനാലിറ്റിക്കൽ അപ്രോച്ച് ടു സോൾവ് പ്രോബ്ലംസ്. വളരെ ലോജിക്കലായിട്ടും വളരെ അനാലിറ്റിക്കലായിട്ടും നമുക്ക് ഏത് വിഷയത്തെയും കാണാനും അതിനെ പരിഗണിക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും കഴിയുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൈക്കോളജി നമുക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ട ഒരു തയ്യാറെടുപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ വിഷയത്തിൽ നമ്മൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ
ദൈനംദിനം ഡേ ടു ഡേ വർക്കുകൾ നമ്മൾ ചെയ്യുമ്പോൾ യു വിൽ ഫൈൻഡ് ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇൻ ബിറ്റ്വീൻ. സോ ആ പ്രോബ്ലംസ് എല്ലാം അത് എനിക്ക് മാത്രമുള്ളതല്ല, അത് പിന്നെ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഉള്ളതാണ്. ഇതെല്ലാ ആളുകളുടെയും പ്രശ്നമാണ്. പക്ഷേ എന്നെക്കൊണ്ട് തീർക്കാൻ പറ്റുന്ന എല്ലാ പ്രശ്നങ്ങളും ഞാൻ തന്നെ തീർക്കുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങളിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ല് വളരെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ചും പ്രോബ്ലം സോൾവിങ് സ്കില്ല് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സീനിയർ ലീഡേഴ്സുമായി സംസാരിക്കാതെ നിങ്ങൾക്ക് തന്നെ നേരിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ് ക്വാളിറ്റി യു ക്യാൻ ഇംപ്രൂവ്. അതല്ല എങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ഒരു സീനിയർ ഓഫീസറുമായി സംസാരിച്ചുകൊണ്ട് നിങ്ങളതിന് പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രോബ്ലം സോൾവിങ് സ്കില്ലിൻ്റെ ക്വാളിറ്റികളിൽ എടുത്തു പറയേണ്ടത്. മറ്റൊന്നാണ് ലീഡർഷിപ്പ്. എന്താണ് ലീഡർഷിപ്പ് എന്ന് ചോദിച്ചാൽ ബീങ് ഏബിൾ ടു ഓർഗനൈസ് ടീംസ് ടു അച്ചീവ് ഷെയർഡ് ഗോൾസ്. ഈ ഷെയർഡ് ഗോൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ അത് ഒരാളല്ല, ഒന്നിലധികം ആളുകൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് ലീഡർഷിപ്പിൽ നമുക്ക് കാണുന്നത്. സോ ആ ഒന്നിലധികം ആളുകളുടെ ഇടയിൽ ഞാനൊരുത്തൻ നിൽക്കുമ്പോൾ ഒന്നുകിൽ ഞാനൊരു ലീഡറായി മാറി മറ്റുള്ള ആളുകളെ ലീഡ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കണം. അതല്ല എങ്കിൽ ഒരു ലീഡറുടെ കീഴിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ആ ലീഡറെ ഫോളോ ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി നമ്മൾക്കുണ്ടായിരിക്കണം. ഇത് രണ്ടും നല്ല ക്വാളിറ്റിയാണ്. സോ നിങ്ങളൊരു ലീഡർ ആയിരിക്കുക എന്നതും ഒരു ഫോളോവർ ആയിരിക്കുക എന്നതും നല്ലൊരു ഫോളോവർ ആയിരിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബിസിനസ് അറ്റ്മോസ്ഫിയറിൽ. സോ ലീഡർഷിപ്പ് നമ്മൾ നന്നായി ഡെവലപ്പ് ചെയ്യണം. ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രധാന ക്വാളിറ്റികളിൽ മൂന്നെണ്ണം ഞാൻ ആൾറെഡി പറഞ്ഞു. ഒന്ന് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളർത്തുക, മറ്റൊന്ന് അഡാപ്റ്റബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, മറ്റൊന്ന് പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഗ്രാജുവലി നമ്മുടെ ലീഡർഷിപ്പ് സ്കില്ലും വളർന്നു വരും. പിന്നെ മറ്റൊന്ന് വർക്ക് എത്തിക് എന്നാണ്. ബീങ് കോൺഷ്യസ്നെസ് ആൻഡ് പുട്ടിങ് ഇൻ ദി എഫർട്ട് ടു ലേൺ ആൻഡ് പെർഫോം വെൽ. അതായത് വർക്ക് എത്തിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു ടൈം ഫ്രെയിം ഉണ്ടാവും. അതുപോലെ തന്നെ ജോലികൾക്കൊരു ഡെഡ് ലൈൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ ജോലികൾക്കും ഒരു പ്രയോറിറ്റി നമ്മൾ കാണും. സോ ഈ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മൾ ദൈനംദിന കാര്യങ്ങൾ ഏത് ജോലിയാണ് ആദ്യം തീർക്കേണ്ടത് അത് പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്ത് നമ്മൾ അതിനെ ഡെലിവർ ചെയ്ത് ക്രിസ്റ്റൽ ക്ലിയറായി നമ്മൾ പെർഫെക്റ്റായി നിൽക്കുന്ന ഒരു പ്രോസസ്സിലേക്കും ഒരു സിസ്റ്റത്തിലേക്കും നമ്മൾ വർക്കിനെ കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ വർക്ക് എത്തിക് എന്ന് പറയുന്നത്. നാളെ എന്ന് പറഞ്ഞുകൊണ്ട് വർക്കിനെ നമ്മൾ നീട്ടി വെക്കാതെ ഇന്നത്തെ വർക്ക് ഇന്ന് തന്നെ തീർക്കുകയും നമ്മളുടെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് നമ്മുടെ ബാധ്യത കൊണ്ട് ഈ കാര്യങ്ങൾ നാളേക്ക് നീട്ടിവെക്കേണ്ട ഒരു ചുറ്റുപാടും ഉണ്ടാകരുത്. പ്രത്യേകിച്ചും ഈ വർക്ക് എത്തിക്സ് ബ്രേക്ക് ചെയ്യുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്ന് ആളുകളുടെ ലേറ്റായിട്ടുള്ള ഓഫീസ് എൻട്രി, അല്ലെങ്കിൽ പിന്നെ സ്ഥാപനത്തിലേക്ക് ലേറ്റായിട്ട് വരുന്നു, അതല്ലെങ്കിൽ തുടർച്ചയായി ലീവ് എടുക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഒരു HR ഡിവിഷനിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നങ്ങൾ. ഇതിൽ നിന്നുമെല്ലാം ആളുകളെ വിമുക്തരാക്കിക്കൊണ്ട് അവരെ ഒരു നല്ല ലീഡർഷിപ്പിലേക്കും ഒരു നല്ല കമ്മ്യൂണിക്കേറ്ററായി വളർത്തിയെടുക്കുന്നതിന് വളരെ ബേസിക്കായി വേണ്ട ഒരു ക്വാളിറ്റിയാണ് അവർക്ക് വർക്ക് എത്തിക്സ് ഉണ്ടായിരിക്കുക എന്നത്. വർക്ക് എത്തിക്സ് ഇല്ല എങ്കിൽ മറ്റൊന്നും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. അതേ അവസരത്തിൽ നിങ്ങൾക്ക് വർക്ക് എത്തിക്സ് നിങ്ങളിൽ ഉണ്ട് എങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാനും നിങ്ങളിൽ അത് കാണാനും നമുക്ക് കഴിയും. മറ്റൊരു ക്വാളിറ്റിയാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് കോൺഫിഡൻസ്? Confidence is being able to make good decisions and communicate effectively in high pressure situations. അതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ കമ്പനിയിലും നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്കൊരു ഹാപ്പി മൂഡിലോ അല്ലെങ്കിൽ ഹാപ്പി സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഹാപ്പി അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ബട്ട് അതർ വേ അറൗണ്ട് എന്ത് പ്രശ്നം തന്നെ ഉണ്ടെങ്കിലും ഒരു പ്രോപ്പറായിട്ടുള്ള ഗുഡ് ഡിസിഷൻസ് നിങ്ങളാൽ കഴിയുന്ന പോലെ നിങ്ങൾ എടുക്കുക. അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എഫക്റ്റീവ്ലി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെ ഹൈ പ്രഷറിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് കോൺഫിഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ക്വാളിറ്റിയാണ് ടെക്നിക്കൽ സ്കിൽസ്. എന്താ ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഹാവിങ് എ സോളിഡ് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ടു സോൾവ് കോംപ്ലക്സ് പ്രോബ്ലംസ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ടെക്നിക്കൽ സ്കിൽസ്. നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട പല ഉപകരണങ്ങളും പ്രവർത്തിക്കേണ്ടതായി വരും, പല എൻജിൻസും പ്രവർത്തിക്കേണ്ടതായി വരും, പല സിസ്റ്റങ്ങളും പ്രവർത്തിക്കേണ്ടതായി വരും. പക്ഷേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആകത്തുക നിങ്ങൾക്കൊരു അറിവുണ്ടായിരിക്കണം.
ഏതൊരു എഞ്ചിനാണേലും ഏതൊരു സിസ്റ്റം ആണെങ്കിലും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്. ഇനി അതൊന്നുമല്ല എങ്കിൽ ഒരു സിസ്റ്റം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അറ്റ്ലീസ്റ്റ് മെയിൻ്റനൻസ് നമ്മൾ അറിഞ്ഞിരിക്കുകയും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ആ ടെക്നിക്കൽ സ്കിൽസ് വളരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും എല്ലാ കമ്പനികളും ഓരോ സിസ്റ്റത്തിലൂടെയും ഓരോ ടെക്നോളജിയിലൂടെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതാത് കമ്പനികൾക്ക് വേണ്ട ടെക്നോളജി ഇൻ്റഗ്രേഷൻ അവർ നടത്തി വരികയും അതാത് ഡിവിഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും ടെക്നോളജി എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാംസ് അവർ നടത്തുകയും ചെയ്യുമ്പോൾ അതിലെല്ലാം നിങ്ങൾ ഭാഗമാവുക. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് അറിവുകൾ നേടിയെടുക്കുക. നിങ്ങളുടെ അശ്രദ്ധ കാരണം ഒരു ടെക്നിക്കൽ ഇഷ്യൂ അവിടെ ഉണ്ടാവാതിരിക്കുക. നിങ്ങളുടെ പരിപൂർണമായ ഉത്തരവാദിത്തത്തിൽ അത്തരം കാര്യങ്ങൾ നിറവേറ്റപ്പെടുക എന്നുള്ളതാണ് ഈ ടെക്നിക്കൽ സ്കില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, യു മസ്റ്റ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ഇൻ എനി ബിസിനസ്. സെക്കൻഡ്, യു മസ്റ്റ് ബി വെരി മച്ച് അഡാപ്റ്റീവ് വിത്ത് ദ സിറ്റുവേഷൻസ് യു ആർ ഗോയിങ് ത്രൂ. മൂന്നാമത്തത്, യു മസ്റ്റ് ബി എ വെരി ഗുഡ് പേഴ്സണാലിറ്റി വിത്ത് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. അതുപോലെ തന്നെ നാലാമത്തത്, യു മസ്റ്റ് ഹാവ് വെരി ഗുഡ് ലീഡർഷിപ്പ് സ്കിൽ ഇൻ യുവർ ബിസിനസ്. അഞ്ചാമത്തത്, വർക്ക് എത്തിക്സ്. കൃത്യമായി വർക്കിനെ ഫോളോ ചെയ്ത് നമ്മുടെ കാര്യങ്ങളെ പ്രവർത്തന സജ്ജമാക്കുക എന്നുള്ളതാണ് വർക്ക് എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, കോൺഫിഡൻസ്. ഇതെല്ലാം ചെയ്യണമെങ്കിൽ തന്നിലുള്ള വ്യക്തിത്വത്തെയും തന്നിലുള്ള കഴിവിനെയും നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ നന്നായി ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിനെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പോലെ തന്നെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടാവുന്ന രൂപത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. പിന്നെ ടെക്നിക്കൽ സ്കിൽസ്. അതാത് മേഖലകളിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അവിടെയുള്ള എല്ലാ സിസ്റ്റത്തെക്കുറിച്ചും കൃത്യമായ ബോധവും അറിവും ഹൗ സിറ്റുവേഷൻസും നിങ്ങൾ മാനേജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനെയാണ് ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മൾ പറഞ്ഞ ഏതാനും പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാൻഡിഡേറ്റ്സ് നമ്മുടെ അടുത്ത് ഒരു കരിയർ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അവരിൽ വളർത്തിയെടുക്കേണ്ട ധാരാളം പ്രോഗ്രാംസ് നമ്മൾ ചെയ്യാറുണ്ട്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമ്മൾ ട്രെയിനിങ്സ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. സോ ഇതെല്ലാം ഇൻക്ലൂസീവ് ആയിക്കൊണ്ടുള്ള ട്രെയിനിങ്സാണ് നമ്മൾ നടത്തുകയും ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യുന്നത്. സോ മൈൻഡ് മാഗ്ന നൽകുന്ന കോഴ്സുകളെക്കുറിച്ച് കൂടുതൽ അറിയാനോ അതല്ലെങ്കിൽ കരിയർ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാനോ യു ക്യാൻ ആൾവേസ് കോൺടാക്ട് മീ. മൈ നെയിം ഈസ് അഡ്വക്കേറ്റ് അമീർ ഷാ. എൻ്റെ ഫോൺ നമ്പർ 85 47 48 47 69. നിങ്ങൾക്ക് പലപ്പോഴും വിളിച്ചാൽ എന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും ആദ്യം എനിക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കുക. എന്നിട്ട് ഞാൻ തിരിച്ച് മെസ്സേജ് അയക്കുകയും ഞാൻ നിങ്ങളെ ബന്ധപ്പെടാനുള്ള സംവിധാനം ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് വേണ്ട എല്ലാ സംവിധാനവും നമ്മൾ ടൈം സ്ലോട്ട് നൽകുകയും നിങ്ങളുടെ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങളുടെ കരിയർ കൗൺസിലിംഗ് പ്രോസസ്സിനെ നമ്മൾ കൊണ്ടുപോവുകയും നിങ്ങളെക്കുറിച്ച് നമുക്ക് ലഭിക്കാവുന്ന എല്ലാ ഇൻഫർമേഷനും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ജോലികളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായ രൂപത്തിൽ പറഞ്ഞു തരികയും ചെയ്യുന്നതാണ്. So see you soon with another video. Thank you very much, my friends.